എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് മോഡൽസ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന ടോപ്പിക്കാണ്. അതായത് വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങളാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെ ഓരോ രാജ്യത്തും വ്യത്യസ്ത തരത്തിലുള്ള ഓരോ പൊളിറ്റിക്കൽ സിസ്റ്റം നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ആ രാജ്യത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലമാണ്. ഓക്കെ, ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമ്പന്നമായ ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. അതായത് ഇന്ത്യ പിന്തുടരുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്, ഡെമോക്രസിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഡെമോക്രസി ജനാധിപത്യം സ്വീകരിച്ചപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ ഭാഷയും അതുപോലെ തന്നെ ആളുകളുടെ സംസ്കാരം, കൾച്ചറൊക്കെ ജനാധിപത്യത്തെ ഏറെക്കുറെ സ്വാധീനിച്ച ഘടകങ്ങളായിരുന്നു. ഓക്കെ, ലോകത്തെ എല്ലായിടത്തും വ്യത്യസ്ത തരത്തിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റമാണുള്ളത്. എല്ലായിടത്തും ഒരുപോലെയുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം അല്ല ഉള്ളത്. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ അഥവാ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ നിർണ്ണയിക്കുന്നതും സ്വാധീനിക്കുന്നതുമായ നിരവധിയായ ഘടകങ്ങളുണ്ട്. അതായത് ഒരു രാജ്യത്തിൻ്റെ ചരിത്രം, സംസ്കാരം, സാമൂഹ്യ നിലവാരം, ഭരണം എന്നിവയെല്ലാം തന്നെ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഓക്കെ, അപ്പം നിരവധിയായ പൊളിറ്റിക്കൽ സിസ്റ്റം അഥവാ രാഷ്ട്രീയ വ്യവസ്ഥിതികൾ ലോകത്തുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പരമ്പരാഗതം, അതുപോലെ തന്നെ ആധുനികം, ജനാധിപത്യം, സൈനികം, സ്വേച്ഛാധിപത്യം, ഏകാധിപത്യം, മുതലാളിത്തം തുടങ്ങിയ നിരവധിയായ പൊളിറ്റിക്കൽ സിസ്റ്റം നമുക്കിന്ന് വേൾഡിൽ കാണാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും പൊളിറ്റിക്കൽ സിസ്റ്റം അഥവാ ആശയങ്ങൾ, രാഷ്ട്രീയ വ്യവസ്ഥിതി എന്ന് വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം, സംസ്കാരം, സാമൂഹ്യ നിലവാരം, ഭരണം തുടങ്ങിയ ഘടകങ്ങളാണ് ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ അതായത് പൊതുവെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേതാണ് ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം, രണ്ടാമത്തേതാണ് മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം, മൂന്നാമത്തേതാണ് ലിബറൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം, അവസാനത്തേതാണ് അതായത് നാലാമത്തേതാണ് അതോറിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്നിവ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്താണ് ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് നോക്കുന്നത്. ഓക്കെ, ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ പുരാതന രാഷ്ട്രീയ ഘടകങ്ങളുടെയും പരമ്പരാഗത മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലൂന്നിയ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പുരാതന രാഷ്ട്രീയ ഘടകങ്ങളുടെയും പരമ്പരാഗത മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലൂന്നിയ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് അഥവാ വ്യവസ്ഥയാണ് ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാരമ്പര്യ രീതിയിലൂന്നിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പഴയ രാഷ്ട്രീയ വ്യവസ്ഥയും അതായത് പഴയ രാഷ്ട്രീയ വ്യവസ്ഥക്കും അതുപോലെ തന്നെ പരമ്പരാഗത മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആചാരങ്ങളെയും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളെയൊക്കെ അതായത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പഴമയൊക്കെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഈ ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ രാഷ്ട്രത്തിലെ ഉത്ഭവം എന്ന് പറയുന്നത് പഴയ കാലത്ത് ആരംഭിച്ച ഒന്നാണ്. ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഉത്തമ ഉദാഹരണമാണ് ബ്രിട്ടൻ എന്ന രാജ്യം. ബ്രിട്ടൻ്റെ ഭരണഘടനാ ഫീച്ചേഴ്സിനൊക്കെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടൻ എന്നത് ജനാധിപത്യ രാഷ്ട്രമാണ് എങ്കിലും രാജഭരണത്തിൻ്റെ ഒരു സ്വഭാവം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്നും ബ്രിട്ടൻ. ഓക്കെ, അതായത് ഈ ആധുനിക ഭരണ സംവിധാനത്തിലും ബ്രിട്ടനിൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജാവ് തന്നെയാണ്. അതായത് പഴയ കാലത്തെ രാജാവിനെയും അതുപോലെ തന്നെ രാജാവിൻ്റെ അധികാരത്തെയും
ഇന്നും ശക്തമായി അംഗീകരിക്കുന്ന ഒരു പ്രവണത ബ്രിട്ടനിലുണ്ട്. അതായത് പ്രഭുക്കന്മാരുടെ കുലീനത്വവും രാജാവിൻ്റെ അംഗീകാരവും ബ്രിട്ടനിലെ ജനത ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആധുനിക കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല. ഓക്കെ, ഇത് പ്രാചീന കാലം മുതൽ തന്നെ ഉള്ള ഒന്നാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനാ സവിശേഷതകളെപ്പറ്റി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടനിലെ ഭരണഘടന പൂർണ്ണമായിട്ട് എഴുതപ്പെട്ട ഒന്നല്ല, മറിച്ച് അവ ബ്രിട്ടീഷ് ജനത എഴുതപ്പെടാത്ത ഭരണഘടനാ നിയമങ്ങൾക്കും പഴയകാല മൂല്യങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷ് ജനത പഴയകാല മൂല്യങ്ങളെയും ഈ മൂല്യങ്ങളെയും അതുപോലെ തന്നെ ആചാരങ്ങളെയൊക്കെ അവർ സ്നേഹിക്കുകയും നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടന എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല, ചരിത്രത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് വിവിധ പാരമ്പര്യങ്ങൾ, കീഴ്വഴക്കങ്ങൾ, രാജാവിൻ്റെ ഉത്തരവുകൾ തുടങ്ങിയവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഉത്തമ ഉദാഹരണമാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പുരാതന രാഷ്ട്രീയ ഘടകങ്ങളുടെയും പരമ്പരാഗത മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലൂന്നിയ രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം. അതായത് ചുരുക്കി പറഞ്ഞാൽ പാരമ്പര്യ രീതിയിലൂന്നിയ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ പൊളിറ്റിക്കൽ സിസ്റ്റമായ മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പോൾ മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ മോഡേൺ എന്ന വാക്ക് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, അതായത് ഈ അടുത്ത കാലത്ത് ഉത്ഭവിച്ച രാഷ്ട്രീയ സംവിധാനത്തെയാണ് മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏതാണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ്, അതായത് 1945 ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഈ ആധുനിക രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഉത്ഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് അടുത്ത കാലത്ത് ഉത്ഭവിച്ച രാഷ്ട്രീയ സംവിധാനത്തെയാണ് മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഏതാണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് ഈ ആധുനിക രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഉത്ഭവം എന്ന് പറയുന്നത് തന്നെ. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിരവധി രാജ്യങ്ങൾ സാമ്രാജ്യത്വ സ്വഭാവത്തിൻ്റെ കോളനി വൽക്കരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. ഓക്കെ, തുടർന്ന് അവർക്കിഷ്ടമുള്ള ഒരു പുതിയ തരത്തിലുള്ള ഭരണ സംവിധാനം അഥവാ പൊളിറ്റിക്കൽ സിസ്റ്റം അവർ സ്വീകരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാവുന്നതാണ് ബ്രിട്ടൻ്റെ ആധിപത്യത്തിൽ നിന്നും ഏതാണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിരവധി രാജ്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുകയും തുടർന്ന് അവർക്കിഷ്ടമുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥ പൊളിറ്റിക്കൽ സിസ്റ്റം അവർ സ്വീകരിക്കുകയും ചെയ്തു. എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിരവധി രാജ്യങ്ങൾ സാമ്രാജ്യത്വ സ്വഭാവത്തിൻ്റെ കോളനി വൽക്കരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. തുടർന്ന് അവർക്കിഷ്ടമുള്ള പുതിയ രീതിയിലുള്ള ഭരണ സംവിധാനം സ്വീകരിച്ചു. മാത്രമല്ല പുതിയ രാഷ്ട്രീയ സംവിധാനം കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ചില രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ്, അതുപോലെ തന്നെ ചില രാജ്യങ്ങൾ അതോറിറ്റേറിയൻ ഭരണം, അതുപോലെ തന്നെ ചില രാജ്യങ്ങളാവട്ടെ ജനാധിപത്യ ഭരണത്തിലേക്കും വഴിമാറി. ഓക്കെ, അപ്പോൾ ഈ മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ വിവിധ രാജ്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം അവർക്കിഷ്ടമുള്ള ഭരണ സംവിധാനം സ്വീകരിച്ചു. ഓക്കെ, അപ്പോൾ പൊതുവെ ജനാധിപത്യമാണ് പൊതുവെ എല്ലായിടത്തും സ്വീകരിക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അവർ സ്വന്തമായിട്ട് ഭരണഘടന തയ്യാറാക്കിയപ്പോൾ വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയെപ്പറ്റി അവർ പഠിക്കുകയും അവർക്കിഷ്ടമുള്ള ആശയങ്ങൾ അവർ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുതിയതായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ട ഭരണ സംവിധാനമാണ് മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ നിരവധിയായ രാഷ്ട്രീയ വ്യവസ്ഥകൾ സ്വീകരിച്ചു. അതിനെയാണ് മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ഭൂരിഭാഗം രാഷ്ട്രങ്ങളും ജനാധിപത്യമാണ് സ്വീകരിച്ചത്. ഓക്കെ, അപ്പം അടുത്ത ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ വേറൊരു രൂപമാണ് അഥവാ മോഡലാണ് ലിബറൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ ആദ്യം തന്നെ എന്താണ് ലിബറൽ ഡെമോക്രസി എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലിബറൽ ഡെമോക്രസിയെ പറ്റി പറയുകയാണെങ്കിൽ
ലിബറൽ ഡെമോക്രസി ഒരു തരത്തിലുള്ള ഒരു ഭരണഘടനാ ജനാധിപത്യമാണ്. ഓക്കെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം സംവിധാനം വിവിധ രൂപത്തിൽ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ, ഫ്രാൻസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലിത് കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്കാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്കായിട്ടാണ് ഈ ലിബറൽ ഡെമോക്രസി അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്നാൽ നേരെ മറിച്ച് ബ്രിട്ടൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലിത് നിയന്ത്രിത രാജവാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ ലിബറൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ജനാധിപത്യം എന്താണെന്ന് നോക്കാം. അതായത് ജനാധിപത്യം എന്ന രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഉദയം തന്നെ ഗ്രീസിലാണ്. ഓക്കെ, അപ്പോൾ ഈ ആധുനിക കാലത്തെ ഏറ്റവും പ്രചാരമുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യത്തിലൂന്നിയ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് ലിബറൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ. ഇന്ന് ലോകത്തെ മിക്കവാറും എല്ലായിടത്തും ജനാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ജനാധിപത്യത്തിന് ധാരാളം ആശയങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ ആദ്യത്തേതാണ് പരമാധികാരം. ഓക്കെ, അതായത് സോവർണിറ്റി. അപ്പോൾ പരമാധികാരം ജനങ്ങളിലാണ് കുടികൊള്ളുന്നത് എന്നത് ഈ കാലഘട്ടത്തിൽ ജനാധിപത്യത്തിൽ വന്നു ചേർന്നൊരാശയമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഭരിക്കപ്പെടുന്നവരുടെ അധികാരത്തിന് വളരെ വലിയ ഒരു സ്വാധീനം ജനാധിപത്യത്തിലുണ്ട്. ഓക്കെ, മാത്രവുമല്ല ജനാധിപത്യ രീതിയാണ്, അതായത് ജനാധിപത്യ ഭരണ രീതിയാണ് വ്യക്തി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ ജനാധിപത്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഡെമോക്രസി ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത് തന്നെ. ഓക്കെ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതുപോലെ തന്നെ വോട്ടിംഗ് എന്നിവയൊക്കെ തന്നെ ജനാധിപത്യത്തിലൂടെ ജനങ്ങൾക്ക് നൽകപ്പെടുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് ലിബറൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് ചോദിച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന, അതായത് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ ജനങ്ങളിൽ വിശ്വാസമുള്ളിടത്തോളം കാലം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ലിബറൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ത്യാഗം, സഹിഷ്ണുത, അതുപോലെ തന്നെ സാഹോദര്യ മനോഭാവം. ഓക്കെ, എന്താണ് ത്യാഗം, സഹിഷ്ണുത എന്നിവയെല്ലാം തന്നെ നമുക്ക് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ജനാധിപത്യത്തിൽ എല്ലാവരുടെയും വ്യക്തി മഹത്വത്തെ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ലിബറൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ജനാധിപത്യം എന്നത് ഒരു ജീവിത ശൈലിയായിട്ട് മാറണം എങ്കിൽ അത് നിലനിൽക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ സമത്വത്തിൻ്റെയൊക്കെ അടിത്തറയിൽ ആയിരിക്കണം. ഓക്കെ, മാത്രമല്ല ജനാധിപത്യം ഒരു ജീവിത ശൈലിയായിട്ട് മാറണമെങ്കിൽ ഒരു തരത്തിലുള്ള വിവേചനവും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുവാനും പാടില്ല. മാത്രവുമല്ല അവകാശങ്ങളും ചുമതലകളും പരസ്പര പൂരകങ്ങളാണ് എന്ന അറിവ് ജനങ്ങൾക്ക് ലഭ്യമാകണം. മാത്രവുമല്ല രാഷ്ട്രത്തിലെ തീവ്ര സ്വഭാവവും അതുപോലെ തന്നെ ഹിംസയും പരിഹരിക്കപ്പെടേണ്ടത് സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ ഭരണഘടനാ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലുമായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനകീയ പരമാധികാരം, അതുപോലെ തന്നെ പോപ്പുലർ സോവർണിറ്റി, അതുപോലെ തന്നെ സമത്വം, സാഹോദര്യം, അതുപോലെ തന്നെ പ്രായപൂർത്തി, വോട്ടവകാശം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ നീതിപൂർണവുമായ തിരഞ്ഞെടുപ്പ്, അപ്പോൾ ഇവയെല്ലാം തന്നെ ഡെമോക്രസിയുടെ അഥവാ ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകളാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അതോറിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ അതോറിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനവുമല്ല, അതുപോലെ തന്നെ എന്നാൽ അത്രയ്ക്ക് ഉദാരമായ സ്വാതന്ത്ര്യമുള്ള ഒരു ലിബറലായ ഒരു ഭരണ സംവിധാനവുമല്ല. ഓക്കെ, അപ്പോൾ അതിനിടയിലുള്ള, അതായത് സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനത്തിന് അതുപോലെ തന്നെ ഉദാരമായ സ്വാതന്ത്ര്യമുള്ളൊരു ലിബറൽ ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനും ഇടയിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് അതോറിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അമിതമായ സ്വേച്ഛാധിപത്യമോ അതുപോലെ തന്നെ അമിതമായ സ്വാതന്ത്ര്യമോ ഈ വ്യവസ്ഥിതിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ അതോറിറ്റേറിയൻ പൊളിറ്റിക്കൽ ഇതിലെ ഭരണ സംവിധാനം എന്ന് പറയുന്നത് കുറച്ചാളുകൾ ആധികാരികമായിട്ട് ഭരണ സംവിധാനം നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ്. ഓക്കെ,
ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ആളുകൾ ആധികാരികമായിട്ട് ഭരണ സംവിധാനം നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അതോറിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം. അതുപോലെ തന്നെ അമിതമായ സ്വാതന്ത്ര്യമോ അതുപോലെ തന്നെ അമിതമായ സ്വേച്ഛാധിപത്യമോ ഈ വ്യവസ്ഥിതിയിൽ കാണാൻ സാധിക്കില്ല. അതായത് സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനവുമല്ല, അതുപോലെ തന്നെ എന്നാൽ അത്രയ്ക്ക് ഉദാരമായ സ്വാതന്ത്ര്യമുള്ള ഒരു ലിബറൽ ആയിട്ടുള്ളൊരു ഭരണ സംവിധാനവുമല്ല. ഓക്കെ, അപ്പോൾ അതിനിടയിലുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് അതോറിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ അതോറിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് സ്വേച്ഛാധിപത്യപരമായിട്ട് പെരുമാറാൻ കഴിയില്ല. ഓക്കെ, ധാരാളം നിയന്ത്രണങ്ങളും അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് നിയന്ത്രണവും ഉണ്ട്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും ഉള്ള ഒരു അവസ്ഥ. ഓക്കെ, എന്നാൽ ജനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ഒരു കഴിവ് അഥവാ അവകാശം ഭരണാധികാരികൾക്ക് ഉണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും മുകളിൽ എല്ലാം തന്നെ കൃത്യമായ നിയന്ത്രണം ഈ ഭരണ സംവിധാനത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് അതോറിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഭരിക്കാൻ സന്നദ്ധരായ കുറച്ച് ആളുകൾ അധികാരം കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഓക്കെ, അതായത് ഡിക്റ്റേറ്റർഷിപ്പും അല്ല, അതുപോലെ തന്നെ ടോട്ടാലിറ്റേറിയൻ ഭരണ സംവിധാനവുമല്ല. ഓക്കെ, നേരെ മറിച്ച് ജനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള അധികാരം ഭരണാധികാരികൾക്കുണ്ടായിരിക്കും. ഓക്കെ, അതായത് ചെറിയ ഗ്രൂപ്പോ കുടുംബങ്ങളോ രാഷ്ട്രീയ പാർട്ടിയോ ഭരണവ്യവസ്ഥയെ സ്വാധീനിക്കുന്നു. ഓക്കെ, അതായത് അതോറിറ്റേറിയൻ ഗവൺമെൻറ് വ്യക്തികൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുവാനുള്ള അവസരം നൽകുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് അമിതമായ സ്വേച്ഛാധിപത്യമോ അമിതമായ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത ഒരു വ്യവസ്ഥിതിയാണ് അതോറിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ 4ആയിട്ടാണ് തരംതിരിച്ചത്. അതായത് ട്രഡീഷണൽ പൊളിറ്റിക്കൽ സിസ്റ്റം, അതുപോലെ തന്നെ മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം, അതുപോലെ തന്നെ ലിബറൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം, അതുപോലെ തന്നെ അതോറിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോഡൽസ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന ഈ ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇപ്പോൾ നിലവിൽ ലഭ്യമായ ഒരു ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ വെച്ചാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മെച്ചപ്പെട്ട നല്ലൊരു ഡോക്യുമെൻ്റ് കിട്ടിയാൽ ഈ ടോപ്പിക്കിനെ പറ്റി ഒന്നും കൂടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. സൗണ്ട് ക്വാളിറ്റി കുറച്ച് കുറവാണ്, എല്ലാം മൊബൈൽ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.